നമസ്കാരം. എറണം കെട്ടവൻ നാടു ഭരിച്ചാൽ നാട് മുടിയുമെന്ന് കെ മുരളീധരൻ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഈ കെ മുരളീധരനെ നോക്കി ചിരിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്തായാലും UDFന്റെ കാലഘട്ടത്തിൽ കെ മുരളീധരൻ അന്ന് പറഞ്ഞത് ഇന്ന് അത് അച്ചിട്ടായിട്ട് വരുന്നുണ്ടെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പവർ കട്ട് അതിരൂക്ഷമായ രീതിയിൽ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അതായത് ഇങ്ങനെ മിനിറ്റുകൾ ഇടവിട്ടാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ട് എന്താണ്? അതായത് ഇത്തരത്തിൽ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ തന്നെ, വൈദ്യുത ഉപകരണങ്ങളൊക്കെ തന്നെ കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നിരവധി ആളുകൾക്ക്, നമ്മുടെ ഓഫീസിലൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടായി കേട്ടോ. അങ്ങനെ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള ഡാമേജുകളൊക്കെ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈദ്യുതി ഇത്തരത്തിൽ നിയന്ത്രണം എന്ന് ചോദിക്കുമ്പോൾ മുടന്ത ന്യായങ്ങളാണ് വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് നിരത്തുന്നത്. ഇപ്പോ പുതിയ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് എത്ര നാൾ ഇത് തുടരേണ്ടി വരുമെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതായത് ഇനിയും ഇത് തുടരും എന്ന് തന്നെയാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഒപ്പം ചില മുടന്ത ന്യായങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ, UDFന്റെ ഭരണകാലത്ത്, അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അതിരൂക്ഷമായ രീതിയിലുള്ള പവർ കട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? ഇതുപോലുള്ള ഇരുണ്ട കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം LDF സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ട്. അധികാരത്തിൽ വന്നപ്പോഴും ഈ പ്രതിസന്ധികൾ, അതായത് ഈ UDF വരുത്തി വെച്ച ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് പവർ കട്ട് എന്ന് പറയുന്ന ആ കട്ടിന് ഒരു വലിയ ഷട്ടർ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു, അല്ലെ? പിന്നീട് 10 വർഷം നമ്മൾ പവർ കട്ട് എന്താണെന്ന് പോലും കേട്ടിട്ടില്ല. ഈ 10 വർഷത്തിനിടയിൽ ജനിച്ച പിള്ളേരുടെ അടുത്ത് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ UDFന്റെ ഭരണകാലത്ത് എന്താണ് പവർ കട്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം ഈ സണ്ണി ജോസഫ് ഇത്തരത്തിൽ മുടന്ത ന്യായങ്ങളൊക്കെ നിരത്തുമ്പോൾ, ഈ ഒന്നാം പിണറായി വിജയൻ ഭരണകാലത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രി ആരായിരുന്നു? മണിയാശാൻ ആയിരുന്നില്ലേ? മണിയാശാൻ എപ്പോഴെങ്കിലും വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ ന്യായീകരണം നിരത്തേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം വന്ന ഉടനെ തന്നെ ഈ പവർ കട്ടിന് അദ്ദേഹം അങ്ങ് ഷട്ടർ ഇട്ടു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പോ ഈ സർക്കാർ, ഈ നശിച്ച സർക്കാർ എന്ന് തന്നെ വേണം പറയാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇമാതിരി ജനങ്ങളെ പൊറുതി മുട്ടിക്കുന്ന ഒരു മെനകെട്ട സർക്കാരിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ഈ സർക്കാർ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒന്ന് രാത്രി ആയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇപ്പോ ഇനിയിപ്പോ AC 25 ഇടണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇസ്തിരിപ്പെട്ടി ഒന്നും യൂസ് ചെയ്യരുതെന്ന് ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുകയാണ്. നാണം തോന്നുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ്. പുതിയതാണോ മാങ്ങാത്തുലിയാണോ എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ ജനങ്ങളെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു യുഗമായിട്ട് മാറിയിട്ടുണ്ട് UDFന്റേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മൊത്തത്തിൽ ജനങ്ങളെ ആകെ വെറുപ്പിക്കുന്ന ഒരു സർക്കാരിനെ കാണുകയാണ്. ഇതാണോ വിസ്മയം? ഇത് വിസ്മയമല്ല, ഇത് ഒരുമാതിരി ചെറ്റത്തരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ജനങ്ങൾക്ക് ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ നിങ്ങളുടെ ഈ ഒരു ഭരണകാലത്ത് തോന്നുകയാണ്. ഒരു മാസമായിട്ടുള്ളൂ, ഒരു മാസം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ UDFന്റെ പഴയ കുറെ ഗിമ്മിക്ക് ഉടായ്പകളുണ്ടല്ലോ, അതെല്ലാം ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ LDF സർക്കാർ ഓടിച്ച പലതും, കണ്ടം വഴി ഓടിച്ച പല പവർക്കെട്ട് പോലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പലതും വീണ്ടും വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നാണം തോന്നുന്നില്ലേ മിസ്റ്റർ സണ്ണി ജോസഫ് എന്ന് ചോദിച്ചു പോവുകയാണ്. ആരൊക്കെ ഒരു മന്ത്രിയാണോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം എങ്ങനെ ചോദിക്കാതിരിക്കും? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലാതിരുന്ന പലതും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും. ഇപ്പൊ തന്നെ ഇന്നലെ എല്ലാവരും ഒരു വീഡിയോ എല്ലാ ചാനലിലൂടെയും കണ്ടു കാണുമല്ലോ. അതായത് അന്യസംസ്ഥാനത്ത് വന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ 8 വർഷമായിട്ട് താമസിക്കുന്ന ഒരു യുവതിയാണ്. ഒരു കൊച്ചിനെയും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പവർ കട്ട്, ഇപ്പൊ പവർ കട്ട് വന്നിരിക്കുന്നു, എന്തൊരു ബുദ്ധിമുട്ടാണ്, മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പറയുകയാണ്. മുഖ്യമന്ത്രി ഇടപെടുമോ? കുന്തവും ഇടപെടും. മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ച ഒരു പൂക്കി ചിരിക്കും, പഠിച്ചിട്ട് പറയാൻ കേട്ടോ എന്നൊക്കെ പറയും. ഈ പഠിക്കലും ഈ കടിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഈ ഭരണകാലത്ത്? ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ മേഖലയും വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഈ മെഴുകുതിരി കമ്പനിയിലെ ആളുകളും മെഴുകുതിരി ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എന്താ പറയുന്നതയോ, സണ്ണി ജോസഫാണ് ഞങ്ങളുടെ ദൈവം എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ദൈവമാണ് സണ്ണി ജോസഫ് എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും? കഴിഞ്ഞ 10 വർഷം ഈ പറയുന്നത് പോലെ ഇല്ലാത്ത ഒരു വലിയൊരു ബിസിനസ് അവർക്ക് ഉണ്ടാകാൻ പോവുകയാണല്ലോ. മാത്രമല്ല, ആളുകൾക്ക് പോയിട്ട് ഇപ്പോ ചാക്കൊക്കെ തുറന്നു നോക്കിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് എറിഞ്ഞു കളഞ്ഞ പല മണ്ണെണ്ണകളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ്. പലരും ഈ പറയുന്നത് പോലെ പല രീതിയിൽ എങ്ങനെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാം എന്നതിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും വീടിന് പുറത്താണ് കേട്ടോ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇരുട്ടാണല്ലോ, അമ്മാതിരി ഇരുട്ടാണല്ലോ, മഴക്കാലം കൂടിയാണ്. എന്ത് ചോദിച്ചാലും ന്യായീകരണം മാത്രം പറയുന്ന ഒരു സർക്കാരുമുണ്ട്. കഴിഞ്ഞ ദിവസം വീണ ജോർജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ കേട്ടോ. അറബിപ്പൊൻ നാണ്യം പോലെ ആകാശത്ത് അമ്പിളി വന്നാലേ ഇപ്പോൾ കേരളത്തിൽ ഇരുട്ടിൽ രക്ഷയുള്ളൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിന്റെ പല നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലും പറയുന്നത് എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ്.
എന്തൊക്കെയോ മലമറയ്ക്കും, എന്തൊക്കെയോ വിസ്മയങ്ങൾ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു സർക്കാരാണ് ജനങ്ങളെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത്. നിങ്ങൾക്ക് സത്യത്തിൽ ജനങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഇമാതിരിയൊക്കെ പരിപാടി ഒരു സർക്കാർ ചെയ്യുമോ? ഇത്രത്തോളം ദ്രോഹം ചെയ്യുന്ന ഒരു സർക്കാരിനെ വേറെ കാണാൻ സാധിക്കുമോ? എങ്ങും കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യമല്ലേ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. കാരണം എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് പ്രതിബദ്ധതയാണ് ജയിപ്പിച്ചുവിട്ട ജനങ്ങളോടുള്ളത്? ഒരു മുഖ്യമന്ത്രിയുണ്ട്, മൂപ്പരാണെങ്കിൽ ഒരു പക്ഷത്തിന്റെ മാത്രം മന്ത്രി എന്ന രീതിയിലാണ് പെരുമാറുന്നത്. അത് കോൺഗ്രസിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അവർക്കും സംശയമാണ്. കാരണം കോൺഗ്രസ്സുകാർക്കും വലിയ ഗുണമൊന്നുമില്ല. എങ്ങോട്ടേക്കാണ് ഈ സർക്കാർ പോകുന്നത്? 102 സീറ്റിൽ അധികാരമൊക്കെ കിട്ടി ജയിച്ചു വന്ന ഒരു സർക്കാരിന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ജനങ്ങളെ ഇമാതിരി ടോർച്ചർ ചെയ്യുന്ന ഒരു സർക്കാരിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല അല്ലേ? നോക്കൂ, ഇപ്പൊ ലോകകപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലും കാണാൻ പറ്റാത്ത സാഹചര്യം. എന്താണ്? പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. ഇങ്ങനെ ഇത് തുടർന്നിട്ടുണ്ടെങ്കിൽ ഈ 5 വർഷം കൊണ്ട് എന്താകും കേരളത്തിന്റെ അവസ്ഥ? ഇപ്പോഴേ തന്നെ ഇങ്ങനെ, ഈ മഴക്കാലത്ത് തന്നെ ഈ പറയുന്നത് പോലെ വൈദ്യുതി നിയന്ത്രണം, പിന്നെ വേനൽക്കാലമായി കഴിഞ്ഞാൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ? എങ്ങോട്ടേക്കാണ് ഈ പോക്ക്? ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട മനോരമയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണം തോന്നുന്നില്ലേ മനോരമ എന്ന് ചോദിച്ചു പോവാണ്. എന്ത് ജാതി ന്യായീകരണം ഒക്കെയാണ് മനോരമയൊക്കെ കിടക്കുന്നത്? മനോരമയുടെ ഒക്കെ ന്യായീകരണം കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി മനോരമയാണോ എന്ന് പോലും തോന്നിപ്പോകും. ഇത്രയും കരുതൽ നമ്മൾ സതീശനെ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അങ്ങ് ന്യായീകരിച്ച് വിളമ്പുകയാണ്. അവിടെ കറണ്ട് പോകുന്നില്ലാവോ? അവിടെയും കറണ്ട് പോകുന്നുണ്ട്. പക്ഷെ എന്ത് പറയാനാ അല്ലെ? അടിമപ്പണി തുടരുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കുറെ അടിമകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറണ്ട് പോകാനുള്ള കാരണം ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു വരികയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നാം തോന്നുന്നില്ല അതിനൊക്കെ ചോദിച്ചു പോവാണ്. നിന്റെ വീട്ടിലൊക്കെ കറണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ കറണ്ട് പോകില്ല എന്ന് ചോദിച്ചു പോവാണ്. കറണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതിരൂക്ഷമാണ്. കുട്ടികൾക്ക് സ്കൂൾ തുറന്നിരിക്കുകയാണല്ലോ, അവരുടെ എക്സാം എടുത്തിരിക്കുകയാണല്ലോ. ഈ പിള്ളേരൊക്കെ ഈ ഇരുട്ടത്തിരുന്നാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഈ മണ്ണെണ്ണ വിളക്കിന്റെയും മെഴുകുതിരി വെളിച്ചത്തിന്റെയും മുന്നിലിരുന്നാണ് അവർ പഠിക്കുന്നത്. എങ്ങോട്ടേക്കാണ് ഈ കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ ഒരു സംസ്ഥാനത്തെ? അതായത് ഈ കണക്കിനാണ് മുന്നോട്ട് പോക്കെങ്കിൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചോദിച്ചാലും ന്യായീകരണം നിരത്താനാണെങ്കിൽ, എന്ത് ചോദിച്ചാലും കുറെ ഇതുപോലെ ക്യാപ്സ്യൂളുകൾ ഇറക്കാനാണെങ്കിൽ, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സർക്കാർ? എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് മന്ത്രി? അതായത് ഇങ്ങനെ ക്യാപ്സ്യൂൾ എടുക്കാനും ഇങ്ങനെ രീതിയിൽ ന്യായീകരിക്കാനും അല്ല ഒരു സർക്കാരും മന്ത്രിയും ഉള്ളത്. വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ കഴിയണം. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയണം. ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു പോവുകയാണ്. കഴിഞ്ഞ 10 വർഷം ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതെ, ഇപ്പൊ അങ്ങനത്തെ സാഹചര്യമല്ല എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ സാഹചര്യമാണ് UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ചത്. ആ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ച ആ സാഹചര്യങ്ങളെ, ആ പ്രതിസന്ധികളെ അതിജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു സർക്കാരായിരുന്നു പിണറായി വിജയന്റെ സർക്കാർ. ജനങ്ങൾ സത്യത്തിൽ ഇത് അനുഭവിക്കണം കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. ജനങ്ങൾ ഇത് ഇരന്ന് വാങ്ങിയതാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. എത്രയോ തവണ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ഇരുണ്ട കാലഘട്ടം വരും. നേരിട്ട് ഇത് PR വർക്കാണ് എന്ന് പറഞ്ഞു. ആ കനകോലുവിന്റെ നുണ മുഴുവൻ പലരും വിശ്വസിച്ചു. മനോരമ പോലുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച എല്ലാ നുണയിലും ജനങ്ങൾ പോയി വീണു. നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇത് പേരും നുണയാണെന്നും ഇതിൽ പോയി വീണാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തി അല്ലെ? ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അയ്യോ, പിണറായി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. മോങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചാലേ പഠിക്കൂ. അതുകൊണ്ട് അനുഭവിക്കുക. ഈ 5 വർഷം കൊണ്ട് എന്തായാലും കോൺഗ്രസിന്റെ കാര്യം തീരുമാനമാകും കേട്ടോ, അത് വേറെ കാര്യം. അത് എന്തുകൊണ്ടാണെന്നൊക്കെ അടുത്ത വാർത്തയിൽ പറയാം. അപ്പോ ഇങ്ങനെ ഈ വൈദ്യുതി നിയന്ത്രണം തുടർന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീട്ടിലെ TV യും ഫ്രിഡ്ജും ഒക്കെ മാറ്റിവെക്കാൻ റെഡി ആയിട്ടിരുന്നു. കാരണം എല്ലാം അടിച്ചു പൊക്കോളും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.